ഇവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഒരു 1.5 മാസം മുമ്പ് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നടത്തിയ ഒരു പ്രസ്താവന, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, അതിന്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ചീത്തകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പുള്ളി പറഞ്ഞേക്കുന്ന 20 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ്. എനിക്ക് അദ്ദേഹം തന്നത് 10 ലക്ഷം രൂപയാണ്. ഈ 10 ലക്ഷം രൂപയെന്ന് പല പ്രാവശ്യമായിട്ട് പുള്ളിക്ക് 3 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് എത്ര പൈസ രണ്ടെന്ന് വല്ല ബോധമുണ്ടോ? ഒരു പണിക്കും പോവില്ല. ചേട്ടാ കാശ് തരാൻ ആഗ്രഹമില്ല. എന്റെ 250 രൂപ കാണും എന്നാ, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളും ഉണ്ട്. 3 പേരെ ഡേറ്റ് ചെയ്യാൻ നോക്കട്ടെ. മറ്റേ 2 ആർട്ടിസ്റ്റിന് പ്രശ്നമില്ലല്ലോ. അവരെനിക്ക് ആ പൈസ തന്നിട്ട് അവർ പറഞ്ഞത് തിരിച്ചു തരണ്ടെന്നാ പറഞ്ഞത്. വാതിൽക്കട പ്രതികളായിട്ട് വെച്ചോളാനാ പറഞ്ഞത്. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ അതോ? ഈ 5 വർഷം ഞാൻ ഇയാൾക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഇയാൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട് അയാളോട് ചോദിക്കുക. നമുക്ക് 100 രൂപ പോലും അയാൾ തന്നിട്ടില്ല. ഇത്രയും നാള് വർക്ക് ചെയ്തിട്ട് വണ്ടി പോയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പോലും ആരും വാങ്ങി തന്നില്ല. ഞാൻ ഈ 5 വർഷം അയാൾക്ക് വേണ്ടി 72 സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 5 വർഷം പണിയെടുത്തതിന് ഞാൻ ചുരുങ്ങി എനിക്ക് 50 ലക്ഷം രൂപയിൽ ഏറ്റവും കുറഞ്ഞതല്ല. ഞാൻ ആകെ തരാനുള്ളത് 7,49,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല. ഒരു ശകലം കുറവുണ്ട്. അത് നമുക്ക് പരിഹരിക്കാം. എത്ര കുറവുണ്ട്? 7,49,000 തന്നെ കുറവുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്ന് എന്നെ തെറി വിളിച്ചവന്മാരെല്ലാം കൂടി ഹരീഷ് കുമാറിനോട് പറഞ്ഞിട്ട് 43 ലക്ഷം കൂടി എനിക്ക് മേടിച്ചു തന്നാലെങ്കിൽ ഉപകാരം ഉണ്ടായി. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പൊ ഇനി 7 ലക്ഷം തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഇപ്പൊ ഞാൻ നമ്മുടെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഇപ്പൊ നമ്മുടെ നിയമ നടപടിയായിട്ട് പോവുകയാണ്. നമുക്ക് പണിയെടുത്തേക്ക് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടല്ലോ. എന്നോടൊക്കെ ദൈവം ചോദിക്കണോ? അത് 20 ലക്ഷം രൂപ ഞാൻ പുള്ളിയുടെ നിന്ന് കടം വാങ്ങുകയും ആ പൈസ തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ ARM സിനിമയിൽ നിന്ന് അയാളെ പുറത്താക്കി എന്നൊരു പ്രസ്താവനയാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും അയാൾ ആ സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഹരീഷ് കണാരനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടി കുണ്ടിനാ ഹരീഷ് 50 ദിവസത്തെ ഡേറ്റ് വേണം. 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. ഹരീഷ് കണാരൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ 7 അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ ആ പടത്തിന് അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു 15 വാങ്ങിച്ചു തന്നെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രൊഡ്യൂസർ പുള്ളി ആ പടത്തിൽ നിന്ന് മാറ്റിയത്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പോയി തൂങ്ങിച്ചവിടാ. അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. ഹരീഷ് കണാരന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹരീഷ് കണാരന്റെ സ്വഭാവം കൊണ്ട്. പല സെറ്റുകളിലും അയാൾ ഉണ്ടാക്കിയേക്കുന്ന ചെറിയ കളിയൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. കൊല്ലടാ, എല്ലാം കൂടെ എന്നെ കൊല്ലേ. അറ്റാക്ക് വന്ന് കുത്തിക്കട്ടിയ നെഞ്ചായത് എല്ലാം കൂടെ ടെൻഷൻ അടുപ്പിച്ച് അങ്ങ് പൊട്ടിക്ക് കൊല്ലേ വരും. ഒരുപാട് സെറ്റുകളിൽ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പുള്ളി വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന രീതിയെല്ലാം ചെറിയ സിനിമയ്ക്ക് കൊടുക്കുന്നു. വലിയ ആർട്ടിസ്റ്റിലുള്ള പടങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി കൃത്യമായി പ്രൊമോഷൻ വരെ പോകും. ഇല്ലെങ്കിൽ അയാളൊരു ചെറിയ പടത്തിന്റെ ഒന്നും ഒരു പ്രൊമോഷൻ പോലും പോകില്ല. ബാലകൃഷ്ണ, പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതിയിൽ പ്രതികരിക്കും. കൊടുങ്കാറ്റും പേമാരി വന്നാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ.